May directed by C. Premkumar, director of 96, starring Aravind Swamy and Karthi. എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഫീൽ എന്നൊക്കെ വെച്ചാൽ അന്യായ ഫീലാണ് ഈ മൊത്തം സിനിമ. അഭിനയമാണെങ്കിലും അങ്ങനെ തന്നെ. അരവിന്ദ് സ്വാമിയും കാർത്തിയും അവരുടെ റെസ്പെക്റ്റീവ് റോൾസ് ജീവിക്കായിരുന്നു തന്നെ പറയാം. അരവിന്ദ് സ്വാമിയുടെ കുറേ ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നിന്നാൽ പോലും നമ്മുടെ മനസ്സിനത് പോലും അത്രയും നമ്മുടെ ആഴത്തിൽ പതിയും. അതിൽ ഓരോ കുറേ ഈ സിനിമയുടെ മൊമെന്റ്സ് ആണെങ്കിലും ഈ സിനിമയാണെങ്കിലും ഇതിലെ പെർഫോമൻസുകളാണെങ്കിലും അത്രയും മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്ത സിനിമ തന്നെയാണ് മെയ് അഴകൻ. ഈ സിനിമ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ആകെ ഒരു 3-4 സീൻസൊക്കെ ഉള്ളൂ, 3-4 സീൻസ്. അത് കംപ്ലീറ്റ്ലി ലോങ് കോൺവെർസേഷനും ലോങ് ഡയലോഗ്സിലൂടെ ഒക്കെയാണ് നറേറ്റ് ചെയ്ത് പോണത്. എന്നിട്ട് പോലും നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കാണ്ട് നമ്മളിങ്ങനെ ലയിച്ച് ഫീൽ ചെയ്യിപ്പിച്ച് തന്നെ കാണിക്കാൻ പറ്റുമെങ്കിൽ സി പ്രേംകുമാർ ഒരു അടിപൊളി ഡയറക്ടർ മാത്രമല്ല, ഒരു ബ്യൂട്ടിഫുൾ റൈറ്റർ കൂടെയാണ്. ഏതായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ വർക്കിന് ഹാറ്റ്സ് ഓഫ്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. വളരെ സോൾഫുൾ മ്യൂസിക് തന്നെയാണ് ഗോവിന്ദ് വസന്തയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കഴിഞ്ഞ ഗോവിന്ദ് വസന്തിൻ്റെ ഇത്രയും നല്ലൊരു മ്യൂസിക്കൽ വർക്ക് കാണുന്നത്. ആ ഒരു സോങ്സും ആ ഒരു സ്കോറിങ്ങും എല്ലാം ആ സിനിമയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. സി പ്രേംകുമാറിന് അറിയാം എങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ യൂസ് ചെയ്യണമെന്നും അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും. DOP ബൈ മഹേന്ദ്രൻ, വെരി വെരി അമേസിങ് വിഷ്വൽസാണ് ഇതിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു സെൻസ്, ആ ഒരു കൾച്ചർ എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സിനിമയും ആ സിനിമയുടെ ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ വളരെ ഈസായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. വേറെ ലെവൽ ബ്യൂട്ടിഫുൾ വർക്ക് തന്നെയായിരുന്നത്. എഡിറ്റിങ്ങും വളരെ സ്മൂത്ത് ആയിരുന്നു. ആകെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് ട്രിം ചെയ്ത് കുറയ്ക്കായിരുന്നു ഒരു തോന്നൽ വന്നു. അത് മാത്രമാണ് ഈ സിനിമ മൊത്തത്തിൽ 3 മണിക്കൂർ കണ്ടതിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ ബാക്കി ഫുൾ നിമിഷം നമ്മളിങ്ങനെ ആ ഒരു ഫീലോടെ നമ്മളെ ലൈറ്റ് ഹാർട്ടഡ്നെസ്സോടെ നമ്മൾ കണ്ടുപോകും. 2 സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് തന്നെ നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ഇടയ്ക്കേ വരുള്ളൂ. വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സോ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓഡിയൻസ് സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. സോ പടത്തിന് വിജയിപ്പിക്കുക. മൊത്തത്തിൽ ഈ പടത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഡയറക്ടർ സി പ്രേംകുമാർ തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് പടം ഇത്ര ബ്യൂട്ടിഫുൾ വർക്ക് ആക്കിയതിന്. സ്റ്റൈലിംഗ്, മേക്കപ്പ്, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാവരും അമേസിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു അടിപൊളി ഇമോഷണൽ ഫീൽ ഗുഡ് മൂവി തന്നെയാണത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.